ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് എന്ന് വെച്ചാൽ ഇത് നോൺ സ്പെസിഫിക് റെസ്പോൺസ് ടു എനി സ്റ്റിമുലൈ. ഇതിപ്പം പ്ലസൻ്റ് ആവാം അല്ലെങ്കിൽ അൺപ്ലസൻ്റ് ആവാം. പിന്നെ ഇതിന് 3 ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമ്മൾ ബയോ, സൈക്കോ, സോഷ്യൽ കോമ്പണൻ്റ് എന്നാണ് പറയുന്നത്. ഇപ്പം ബയോളജിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൗ ഇറ്റ് എഫക്ട്സ് നമ്മളെ ബോഡി എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു. പിന്നെ സൈക്കോളജിക്കൽ എന്ന് പറയുമ്പം നമ്മളെ മൈൻഡ് എങ്ങനെ സ്ട്രെസ്സിനെ ഡീൽ ചെയ്യുന്നു. പിന്നെ സോഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മളെ എൻവയോൺമെൻറ്റ് എങ്ങനെ സ്ട്രെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമ്മുടെ ബോഡി ചില സമയത്ത് വല്ലാണ്ട് പെയിൻ ഉണ്ടാവും. അപ്പം നമ്മുടെ ബോഡിയിൽ ഈ സ്ട്രെസ്സ് സ്റ്റോക്ക് ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബാക്ക് പെയിന്, നെക്ക് പെയിന്, പിന്നെ സ്റ്റൊമക്കിൽ. അപ്പം ഈ പെയിന് റിലീസാവുന്നത് ഹെഡേക്ക് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മസിൽ പെയിനൊക്കെ ആയിട്ടായിരിക്കും റിലീസാവുന്നത്. അപ്പം ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ വല്ലാണ്ട് ബാധിക്കും. പൊതുവേ നമ്മളിപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞല്ലോ, നമ്മളുടെ ബോഡിയിലൊക്കെ നമുക്കൊരു അഡാപ്റ്റീവ് ബിഹേവിയർ ഉണ്ട്. നമുക്ക് എന്താ പറയുന്നത്, എന്തെങ്കിലും വരുമ്പോൾ എങ്ങനെ ഒരു സ്ട്രെസ് വന്നാലോ എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നാലോ എങ്ങനെ നമ്മളെ ബോഡി ഡീൽ ചെയ്യണം എന്നുള്ളൊരു സ്ട്രക്ചറുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഈ അഡാപ്റ്റീവ് ചേഞ്ചസിന് വരുന്ന ഒരു ചേഞ്ചസ് ആണ്. എന്ന് വെച്ചാൽ അഡാപ്റ്റീവ് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ചില അഡാപ്റ്റീവ് ഹോർമോൺസിലുണ്ടാവുന്ന ഒരു ഡിഫറൻസിയേഷൻ. ഇപ്പം നമ്മുടെ ഹോർമോൺസ് ലൈക്ക് കോർട്ടിസോൾ, അത് കണക്ക് ഗ്രോത്ത് ഹോർമോൺസ്, അത് കണക്ക് അഡ്രിനാലിൻ, ഈ ഹോർമോൺസിന് വരുന്ന ഒരു ഇംബാലൻസോ അതിൻ്റെ ഒരു ഡെഫിഷ്യൻസിയോ അങ്ങനെയൊക്കെ. ഇപ്പം കൂടുതലും നമുക്ക് ഈ സ്ട്രെസ്സൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഹോർമോൺസിലുണ്ടാകുന്ന വേരിയേഷൻ പോലെ തന്നെ ചില ഫാക്ടേഴ്സ് നമുക്ക് ചേഞ്ച് വരാറുണ്ട്. എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഹാർട്ട് റേറ്റ് കൂടുക, അതേ കണക്ക് തന്നെ നമുക്കിപ്പം മെൻ്റൽ ഇഷ്യൂ, ഇത് കണക്ക് നമുക്ക് പെട്ടെന്ന് സ്ട്രെസ് ആകുമ്പം തന്നെ റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുക, ടയേർഡായിട്ട് ഫീൽ ചെയ്യുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് മീൻസ് മെൻ്റൽ സ്ട്രെയിൻ ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് ഉറക്കക്കുറവ് വരാം. അതേ കണക്ക് തന്നെ ഹെഡേക്ക് വരാം, വെർട്ടിഗോ വരാം. മീൻസ് ഈ മെൻ്റൽ സ്ട്രെയിൻ വരുമ്പോഴത്തേക്കാണ് ഇത് കണക്ക് വെർട്ടിഗോ, ഹെഡേക്കൊക്കെ വരുന്നത്. അതേ കണക്ക് തന്നെ ഇപ്പം ചിലർക്ക് ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ് പോലെ വരും. അപ്പോൾ അവർക്ക് ഭയങ്കര ലൂസ് ബവൽസ് വരും, കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് വരും, പിന്നെ അസിഡിറ്റി പോലെ വരും. ഇതൊക്കെ ഒരു ഫാക്ടേഴ്സാണ്. അതേ കണക്ക് തന്നെ ഈ ഹാർട്ട് റേറ്റും ഇങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യുമ്പം ഈ ബോഡിയിലുണ്ടാകുന്ന ബയോകെമിക്കൽ ചേഞ്ചസ് കാരണം ചിലവർക്ക് മസിൽ ടൈറ്റനിങ് ഫീൽ ചെയ്യാം, ചിലവർക്ക് ഇത് കണക്ക് ഹാർട്ട് റേറ്റൊക്കെ കൂടും. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് അറ്റ് ദ എൻഡ് ഒരു ബോഡി പെയിനിലോട്ട് തന്നെയായിരിക്കും പോകുന്നത്. ചിലവർക്ക് നെക്ക് പെയിൻ വരും, അതേ കണക്ക് തന്നെ ബോഡി പെയിൻ വരും. ചിലർക്ക് ഇത് ഫൈബ്രോമയാൾജിയ പോലത്തെ കണ്ടീഷൻസും ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. മീൻസ് അവർക്ക് ആർത്രൈറ്റിസോ അങ്ങനെയൊന്നും ഡിറ്റക്റ്റ് ചെയ്യത്തില്ല. മീൻസ് പ്രധാനമായി സ്ട്രെസ്സ് കാരണം വരുന്നതാണ് ഈ ബോഡി പെയിൻസ് ഒക്കെ.